നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സച്ചി സാറിനെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. സന്ധ്യ ഡോക്ടറെ അപകടപ്പെടുത്തിയിട്ടുമില്ല. ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാ. മുൻപേ അങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാ നന്ദേട്ടാന്ന് വിളിക്കുന്നത്. ഞാൻ നന്ദേട്ടനോട് വരാൻ പറഞ്ഞത് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം. അന്ന് അർച്ചന മേഡം പറഞ്ഞതില് പലതും ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞ പൂർണ്ണമായിട്ടും ഞാൻ നിരപരാധിയാണെന്ന് പറയുന്നില്ല. ഷാഹിർ മുഹമ്മദായ ഞാൻ ധനുഷ് എന്ന പേരിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കമ്പനിയിൽ ജോലിക്ക് കയറിയത് എന്റെ തെറ്റ് തന്നെയാ. അതിന് എന്റേതായ കാരണങ്ങളുണ്ട്. എല്ലാം ഏട്ടൻ അറിയണം. അത് പറയാതിരുന്ന എന്നെ ഇവിടെ തൂക്കിക്കൊന്നാലും നന്ദേട്ടന്റെ മനസ്സിൽ ഞാനൊരു കള്ളൻ മാത്രമായിരിക്കും എന്നും. ഞാൻ വർക്ക് ചെയ്തിരുന്ന പഴയ ഓഫീസിലെ പെൺകുട്ടി മരിച്ചത് ഞാൻ കാരണമല്ല. ചെയ്തതൊക്കെ ഞാൻ ഏൽക്കുന്നുണ്ട് നന്ദേട്ടാ. ചെയ്യാത്തത് കൂടി ഏൽക്കാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരനായ ആളെ തന്നെയാ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് പോലീസ് സംശയിച്ചപ്പോ അത്യാവശ്യത വാർത്തയായിരുന്നു. പിന്നീട് ഒരു കമ്പനിയിലും എന്നെ ജോലിക്കായി എടുത്തില്ല. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാ ഞാൻ പേര് മാറ്റാന്ന് കരുതിയത്. പിന്നീട് ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും ഞാൻ പഴയ ഐഡന്റിറ്റിയിൽ അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇവിടെ വന്ന് നിങ്ങളൊന്നും പറ്റിക്കാൻ വേണ്ടിയല്ല നന്ദേട്ടാ ഞാൻ പേര് മാറ്റിയത്. എന്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും എന്റെ പേര് ധനുഷ് എന്നാ. അതും സർക്കാരിന്റെ എല്ലാ നിയമ നടപടികളിലും കൂടി ഞാൻ കൺവേർട്ട് ചെയ്ത് എന്റെ പേരാ. കേസിൽപ്പെട്ടപ്പോ അന്ന് പള്ളിക്കാരും നാട്ടുകാരും ഒക്കെ കൂടി എന്നെ ഒഴിവാക്കി. ആ ദേഷ്യത്തിലാ ഞാൻ മുസ്ലിം പേര് സ്വീകരിക്കാതെ ധനുഷ് എന്ന പേര് സ്വീകരിച്ചത്. ഞാൻ ചെയ്ത രണ്ടാമത്തെ വലിയ തെറ്റ് അച്ഛനെയും അമ്മയും സഹോദരിയും ഒക്കെ വാടകയ്ക്കെടുത്തുന്നുള്ളതാ. അത് മറ്റൊന്നും കൊണ്ടല്ല. സ്നേഹം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. 6-ാം വയസ്സിൽ അമ്മയും അച്ഛനെ നഷ്ടപ്പെട്ട് പള്ളിയുടെ തന്നെ അനാഥാലയത്തിൽ പഠിച്ചു വളർന്ന എനിക്ക് കൂട്ടുകാരുടെ അച്ഛനും അമ്മയൊക്കെ വലിയ അത്ഭുതമായിരുന്നു. നന്ദേട്ടൻ അമ്മയെ നഷ്ടപ്പെട്ടതും പിന്നീടുള്ള ജീവിതവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ വയസ്സിൽ അമ്മയുടെ ശവക്കുഴിയിൽ മണ്ണിടുമ്പോ അച്ഛനുള്ളതായിരുന്നു ഏക ആശ്വാസം. ആ ആശ്വാസവും അതേ പ്രായത്തിൽ നഷ്ടപ്പെട്ടപ്പോ ഇനി ആരും ജീവിതത്തിലോട്ട് വേണ്ടെന്ന് പറഞ്ഞ് ജീവിച്ചു. കുരുങ്ങിലെ അനാഥാലയത്തിലെ ദൈവങ്ങളോടുള്ള എന്റെ വാശി പഠിത്തത്തിൽ പ്രതിഫലിച്ചപ്പോ എന്നെ കാത്തിരുന്നത് എഞ്ചിനീയറിംഗിൽ 1ാം റാങ്കായിരുന്നു. പഠിത്തത്തോടൊപ്പം ജോലിയും കൂടി ആയപ്പോ പഠിക്കാവുന്ന അത്രയും ഞാൻ പഠിച്ചു. നന്ദേട്ടന്റെ ഓഫീസിലിരിക്കുന്ന എന്റെ സർട്ടിഫിക്കറ്റിൽ എന്റെ പേര് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. ഡിഗ്രികളെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്തത് തന്നെ നന്ദേട്ടാ. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് കഷ്ടപ്പെടുന്നവരെ നന്ദേട്ടന് വലിയ ഇഷ്ടമാണെന്ന് മുൻപ് നമ്മുടെ സംസാരത്തിനിടയിൽ നന്ദേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്നേഹം ഇഷ്ടപ്പെട്ട നാളെ മുതൽ എനിക്ക് ടെൻഷനായിരുന്നു. ഞാനൊരു അനാഥനാണെന്നും മറ്റൊരു മതക്കാരനാണെന്നും അറിയുമ്പോൾ സ്നേഹം എനിക്ക് തരില്ല എന്നുള്ള ഭയം എന്നെ വല്ലാതെ ശ്വാസം മുട്ടിച്ചിരുന്നു. എല്ലാവരെയും എല്ലാ കാലൊന്നും പറ്റിക്കാൻ പറ്റില്ലല്ലോ നന്ദേട്ടാ.
എനിക്കറിയായിരുന്നു എന്നെങ്കിലും എല്ലാരും അറിയുമെന്ന്. സ്നേഹമെങ്കിലും എല്ലാം അറിയണമെന്ന് കരുതി പലതവണ ഞാൻ അവളുടെ മുന്നിൽ തയ്യാറായി ചെന്നിട്ടും അവളുടെ സ്നേഹം കണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. അനാഥനായ എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. നന്ദേട്ടനോടും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ 2 തെറ്റുകളല്ലാതെ അർച്ചന മാഡം പറഞ്ഞ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സച്ചി സാറിനെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. സന്ധ്യ ഡോക്ടറെ അപകടപ്പെടുത്തിയിട്ടുമില്ല. ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാ. എന്നിട്ടും ഞാനൊന്നും മിണ്ടാതെ നിന്നത് മറ്റൊന്നും കൊണ്ടല്ല. വിവാഹ സ്വപ്നങ്ങളുമായി മണ്ഡപത്തിലേക്ക് വന്ന ഞാൻ അനാഥത്വത്തിൽ നിന്നും ധാരാളം ബന്ധുക്കളെ കിട്ടുന്ന സന്തോഷത്തിൽ നിന്ന് ഞാൻ ഇതൊക്കെ കേട്ടപ്പോ വല്ലാതെ പാനിക്കായിപ്പോയി. അച്ഛനെ പോലെ കണ്ട് സേതു സാറും ഏട്ടനായ നന്ദേട്ടനും ഒക്കെ എന്നെ തല്ലിയപ്പോ ഒന്നും പറയാൻ നാവ് പൊങ്ങിയില്ല. ഞാൻ മിണ്ടാതെ നിന്നതിനർത്ഥം ഞാൻ തെറ്റുകാരനാണെന്നല്ല നന്ദേട്ട. അതിനൊരു അനാഥന്റെ നിസ്സഹായ അവസ്ഥ എന്നുകൂടി അർത്ഥമുണ്ട്. എനിക്ക് പറയാൻ ഒന്നുകൂടിയുണ്ട്. സച്ചി സാറിന് തട്ടിക്കൊണ്ടു പോയതും ബിജു ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കേസിന്റെ പേരിൽ കോടതിയിൽ വെച്ച് കണ്ട പരിചയത ബിജുവിനെ. കുഞ്ഞിന് അസുഖമാണെന്നും ഓപ്പറേഷൻ വേണമെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ കുറച്ച് കാശ് കൊടുത്ത് സഹായിച്ചതാ ഞാൻ. എന്റെ പിന്നിലും ക്യാമറയുമായിട്ട് ഒരാളെ അർച്ചന മാഡം വിട്ടിരുന്നു എന്ന് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ നന്ദന്റെ മുമ്പിൽ ധനുഷിന്റെ കുമ്പസാരമല്ല. സത്യങ്ങൾ നന്ദേട്ടൻ തിരിച്ചറിയണമെന്ന് എന്റെ ആഗ്രഹമാണ്. എനിക്ക് മറ്റാരെയും ഒന്നും ബോധിപ്പിക്കാനില്ല, സ്നേഹയെ പോലും. പക്ഷെ നന്ദേട്ടൻ ഇതൊക്കെ അറിയണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വിവാഹത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അർച്ചന മാഡം ആസൂത്രണം ചെയ്ത നാടകം ഇതെല്ലാം. സച്ചി സാറിന്റെ മിസ്സിംഗില് വിവാഹം മാറ്റിവെക്കുന്നവരെ കരുതി. അത് നടക്കില്ലെന്ന് കണ്ടപ്പോ അവരും കളക്ടറും ചേർന്ന് നടത്തിയ ഡ്രാമ മാത്രമായിരുന്നു ഇത്. ചുരുക്കി പറഞ്ഞ എല്ലാവരെയും അവർ കബളിപ്പിച്ചു. ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ നന്ദേട്ടൻ എന്നെ കൊല്ലാം. ആരും ചോദിക്കാൻ വരാനില്ലാത്ത ഒരു ഊര് തണ്ടിയാ ഞാൻ. നന്ദേട്ടനോ കോടതിയോ തരുന്ന എന്ത് ശിക്ഷയും വാങ്ങാൻ ഞാൻ തയ്യാറാ. പക്ഷെ അതിനു മാത്രം ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.